ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് നമ്മുടെ നോമിനാറ്റീവ് കേസിലെ പാർട്ട് 2 വീഡിയോ ആണ്. പാർട്ട് 1 നമ്മൾ എന്താണ് നോമിനാറ്റീവ് എന്നും നോമിനാറ്റീവ് വെർബ്സ് എന്നും കണ്ടു. പാർട്ട് 2 നമ്മൾ പഠിക്കാൻ പോകുന്നത് ബെസ്റ്റിംഡർ ആർട്ടിക്കിൾ, അതായത് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ, ഉൺബെസ്റ്റിംഡർ ആർട്ടിക്കിൾ, അതായത് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ, നെഗറ്റീവ് ആർട്ടിക്കിൾ, നെഗറ്റീവ് ആർട്ടിക്കിൾസ്. ഈ മൂന്ന് കാര്യങ്ങളായിരിക്കും നമ്മൾ ഈ രണ്ടാമത്തെ പാർട്ട് 2 വീഡിയോയിൽ കാണാൻ പോവുക. ഒന്നാമതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് ബെസ്റ്റിംഡർ ആർട്ടിക്കിൾ അല്ലെങ്കിൽ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആയിരിക്കും നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. ഇതിന് രണ്ട് കീ പോയിന്റ്സും ഉണ്ട്. ഒന്നാമത്തെ കീ പോയിന്റ് ആണ് ദി ബെസ്റ്റിംഡർ ആർട്ടിക്കിൾ ഈസ് ഈക്വൽ ടു ദി ഇൻ ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നമ്മൾ ദി ഉപയോഗിക്കുമല്ലോ, ദി കാർ, ദി ബുക്ക്, ദി പെൻ എന്നൊക്കെ പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുമല്ലോ. ആ കേസുകളിലെല്ലാം നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്? ഈ ബെസ്റ്റിംഡർ ആർട്ടിക്കിൾ ആണ് യൂസ് ചെയ്യുന്നത്. ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നമ്മൾ ദി എവിടേക്ക് ഉപയോഗിക്കുന്നുണ്ടോ അവിടെയെല്ലാം നമ്മൾ ബെസ്റ്റിംഡർ ആർട്ടിക്കിൾ യൂസ് ചെയ്യണം. ഇനി രണ്ടാമത്തെ ഒരു പോയിന്റ് കൂടെ നമുക്ക് നോക്കാം. The bestinder article will change according to the gender, case and number of noun. The bestinder article will change according to the gender, case and number of noun. അതായത് നമ്മുടെ ഈ ബെസ്റ്റിംഡർ ആർട്ടിക്കിൾ ഇല്ലേ, ഇത് ഓരോ ജെൻഡറിന്റെ കൂടെ വരുമ്പോഴും ഓരോ കേസിൽ വരുമ്പോഴും ഒക്കെ ഇത് ഡിഫറെന്റ് ആയിരിക്കും. നമുക്ക് ഇംഗ്ലീഷിൽ ഒരു ഒറ്റ ദിയേ ഉള്ളായിരുന്നു, ജർമ്മൻ ലാംഗ്വേജിലോട്ട് വരുമ്പോൾ ഒരുപാട് ദി ഉണ്ട്. അത് നമ്മൾ കണ്ടുവരും. ഇനി നമ്മുടെ നോമിനാറ്റീവിലെ ബെസ്റ്റിംഡർ ആർട്ടിക്കിൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നോമിനാറ്റീവിലെ ബെസ്റ്റിംഡർ ആർട്ടിക്കിൾ മാസ്കുലിനിൽ ദെയർ, ഫെമിനിനിൽ ദി, ന്യൂട്രലിൽ ദസ്, പ്ലൂറാലിൽ ദി. അതായത് നമ്മുടെ നോമിനാറ്റീവ് ബെസ്റ്റിംഡർ ആർട്ടിക്കിൾ ഏതൊക്കെയാണ്? ദെയർ, ദി, ദസ്, ദി. അതായത് ദെയർ, ദി, ദസ്, ദി. ഇംഗ്ലീഷിൽ നമുക്ക് ഒരൊറ്റ ദി ഉപയോഗിച്ചാൽ മതിയായിരുന്നു. ഇത് മാസ്കുലിനിൽ വരുമ്പോൾ എങ്ങനെ വരും? ദെയർ വരും. ഫെമിനിനിൽ വരുമ്പോൾ എങ്ങനെ വരും? ദി വരും. ന്യൂട്രലിൽ വരുമ്പോൾ എങ്ങനെ വരും? ദസ് വരും. പ്ലൂറാലിൽ വരുമ്പോൾ എങ്ങനെ വരും? ദി വരും. നമുക്ക് എക്സാമ്പിൾ കാണുമ്പോൾ ഇത് കുറെ കൂടി മനസ്സിലാവും. ഒന്നാമതായി ഒരു എക്സാമ്പിൾ എടുക്കുക ഞാൻ. ദി മാൻ ഈസ് ടയേർഡ്. ദി മാൻ ഈസ് ടയേർഡ്. മാൻ എന്താണ്? ദെയർ മൻ. അപ്പൊ ഇതെങ്ങനെ എഴുതും? ഈ സെന്റൻസിൽ എന്താണുള്ളത്? ഒരു ബെസ്റ്റിംഡർ ആർട്ടിക്കിൾ ആണുള്ളത്. ഈ മാൻ എന്നുള്ളത് മാസ്കുലിനുമാണ്. അപ്പൊ ഇതെങ്ങനെ എഴുതും? ദെയർ മൻ ഈസ്റ്റ് മ്യൂഡേ. Their man is mude. Their man എന്നുള്ളത് നോമിനാറ്റീവ് അല്ലേ? മാൻ മാസ്കുലിൻ ആയതുകൊണ്ട് their വന്നു. Their man is mude. Their man അനുസരിച്ച് സൈൻ വെർബ് കോൺജുഗേറ്റ് ചെയ്തു RCS ൽ. ഇനി രണ്ടാമതായി മറ്റൊരു എക്സാമ്പിൾ നോക്കാം. The woman is friendly. The woman is friendly. എങ്ങനെ പറയും? അപ്പോൾ ഇതെങ്ങനെ പറയും? The Frau ist freundlich. The Frau ist freundlich. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. The Frau ഈസ്റ്റ് ഫ്രോയിൻലിഷ്. ഫ്രൗ ഫെമിനിൻ ആയതുകൊണ്ട് ബെസ്റ്റിംഡർ ആർട്ടിക്കിൾ ഏതാ നമ്മൾ എടുത്തത്? ദി. ദി ഫ്രൗ ഈസ്റ്റ് ഫ്രോയിൻലിഷ്. ഫ്രൗ ആയതുകൊണ്ട് നമ്മുടെ സൈൻ വെർബ് RCS നെ സിയിൽ കോൺജുഗേറ്റ് ചെയ്തു. ഇനി മൂന്നാമത്തെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ദി ചൈൽഡ് ഈസ് ക്യൂട്ട്. ദി ചൈൽഡ് ഈസ് ക്യൂട്ട്. ദി ചൈൽഡ് എന്താണ്? ദ സ്കിൻഡ്. ചൈൽഡ് എന്താണ്? ദ സ്കിൻഡ്. നോൺ ട്രക്കിലാണ് കിടക്കുന്നത്. ചൈൽഡ് എന്താണ്? ദ സ്കിൻഡ്. കണ്ട ന്യൂട്രലിലാണ് കിടക്കുന്നത്. അപ്പൊ ഇതെങ്ങനെ എഴുതും? ദ സ്കിൻഡ് is needlish. The skinned is needlish. Needlish ആണ് ക്യൂട്ട്. The skinned കണ്ടോ? കുട്ടി ന്യൂട്രൽ ആയതുകൊണ്ട് thus വന്നു, RCS ന്റെ അകത്ത് കോൺജുഗേറ്റ് ചെയ്തു. ഇനി അടുത്ത ലാസ്റ്റ് എക്സാമ്പിൾ. The children are loud. The children are loud. എങ്ങനെ എഴുതും? ചിൽഡ്രൻ എന്താണ്? ദി കിൻഡർ. കണ്ടോ? പ്ലൂറാലിലല്ലേ വന്നേക്കുന്നത്? കുട്ടിയല്ല, കുട്ടികളാണ്, ചിൽഡ്രൻ ആണ്. ദി കിൻഡർ പ്ലൂറലാണ്, എപ്പോഴും ദിയേ വരത്തുള്ളൂ. അപ്പൊ ഇതെങ്ങനെ എഴുതും? The kinder sind loud. The kinder sind loud. കണ്ടോ? കുട്ടികൾ they are loud എന്നല്ലേ പറയുന്നത്. അപ്പം CCക്കകത്ത് കോൺജുഗേറ്റ് ചെയ്തു സൈൻ വെർബ്. സിൻഡ് വന്നത് കണ്ടോ? The kinder sind loud. നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഒറ്റ ദാ ഉള്ളിടത്ത് ഇവിടെ വന്നപ്പോൾ എത്രയെണ്ണമായി? നോമിനാറ്റീവ് കേസിൽ തന്നെ നമ്മൾ 4 പഠിച്ചു. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് ഓരോ നൗണിന്റെയും ആർട്ടിക്കിൾ അറിഞ്ഞിരിക്കണം. ആർട്ടിക്കിൾ അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് ഈ ബെസ്റ്റിംഡർ ആർട്ടിക്കിൾ അല്ലെങ്കിൽ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ തെറ്റുകൂടാതെ ഇട്ടുകൊടുക്കാൻ സാധിക്കും. ബെസ്റ്റിംഡർ ആർട്ടിക്കിൾ വെച്ചുള്ള കുറച്ച് എക്സാമ്പിളുകൾ ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടേക്കാം. നിങ്ങൾ അത് ചെയ്തു നോക്കുക. എത്രത്തോളം നിങ്ങൾ സ്വന്തമായി ചെയ്യുന്നു അത്രത്തോളം നിങ്ങളുടെ ലാംഗ്വേജ് സ്കിൽസ് കൂടി വരും. അപ്പോൾ നമ്മൾ നമ്മുടെ ബെസ്റ്റിംഡർ ആർട്ടിക്കിൾ പരിചയപ്പെട്ടു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ഉൺബെസ്റ്റിംഡർ ആർട്ടിക്കിൾ അല്ലെങ്കിൽ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ. ഉൺബെസ്റ്റിംഡർ ആർട്ടിക്കിൾ അല്ലെങ്കിൽ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ. ഇതിനും രണ്ട് കീ പോയിന്റ്സ് ഉണ്ട്. The unbestinder article is equal to a or an in English.
ഇംഗ്ലീഷിലെ എ ഓർ ആൻ, എയും ആനും എവിടെയൊക്കെ ഉപയോഗിക്കുന്നു അവിടെയെല്ലാം നമുക്ക് ഈ unbestimmt ആർട്ടിക്കിൾ ഉപയോഗിക്കാം. രണ്ടാമതായ ഒരു പോയിന്റ്, unbestimmt ആർട്ടിക്കിൾ ഈസ് ഓൾസോ ഡിറ്റർമൈൻഡ് ഓൺ ദി ബേസിസ് ഓഫ് ജെൻഡർ ആൻഡ് കേസ്. bestimmt ആർട്ടിക്കിൾ ഉള്ള പോലെ തന്നെ ജെൻഡറും കേസും ഒക്കെ അനുസരിച്ചായിരിക്കും നമ്മുടെ unbestimmt ആർട്ടിക്കിളും ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഇനി ഏതൊക്കെയാണ് നോമിനാറ്റീവ് കേസിലെ unbestimmt ആർട്ടിക്കിൾ എന്ന് നമുക്ക് നോക്കാം. മാസ്കുലിനിൽ ഐൻ, ഫെമിനിനിൽ ഐനെ, ന്യൂട്രൽ ഐൻ. എങ്ങനെ വരും? ഐൻ, ഐനെ, ഐൻ. ഒന്നുകൂടെ പറയുകയാണ്, ഐൻ, ഐനെ, ഐൻ. ഇതിന് പ്ലുറാല് വരുന്നില്ല. നമ്മൾ എവിടെയെങ്കിലും ആൻ ആപ്പിൾസ് എന്നോ എ കാർസ് എന്നോ ഒക്കെ കണ്ടിട്ടുണ്ടോ? ഈ unbestimmt ആർട്ടിക്കിൾ അല്ലെങ്കിൽ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളിന് പ്ലുറാൽ വരുന്നില്ല. ഏതൊക്കെയാണ് നോമിനാറ്റീവ് unbestimmt ആർട്ടിക്കിൾ? ഐൻ, ഐനെ, ഐൻ. മാസ്കുലിനിൽ ഐൻ, ഫെമിനിനിൽ ഐനെ, ന്യൂട്രൽ ഐൻ. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഇനി ഇത് വെച്ച് എക്സാമ്പിളുകൾ കൂടെ നോക്കാം. ആൻ ആപ്പിൾ ഈസ് റെഡ്. ആൻ ആപ്പിൾ ഈസ് റെഡ്. ഈ ആപ്പിളിന് മുമ്പ് കിടക്കുന്ന എന്താണ്? ഒരു ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ അല്ലെങ്കിൽ ഒരു unbestimmt ആർട്ടിക്കിൾ ആണ്. ആൻ ആപ്പിൾ നോമിനാറ്റീവിലല്ലേ കിടക്കുന്നത്. എങ്ങനെ എഴുതും? ആപ്പിളിന്റെ ആർട്ടിക്കിൾ എന്താണ്? ദെയർ ആപ്പിൾ. ആപ്പിൾ മാസ്കുലിനാണ്. അപ്പൊ എങ്ങനെ എഴുതും? ആൻ ആപ്പിളിന്റെ അവിടെ ഐൻ ആപ്പിൾ ഈസ്റ്റ് റോട്ട്. ഐൻ ആപ്പിൾ ഈസ്റ്റ് റോട്ട്. ആപ്പിൾ മാസ്കുലിൻ ആയതുകൊണ്ട് ഐൻ വന്നു. ഇനി രണ്ടാമതായി എ ബനാന ഈസ് യെല്ലോ. എ ബനാന ഈസ് യെല്ലോ. ബനാനയുടെ ആർട്ടിക്കിൾ എന്താണ്? ദി ബനാനെ. ദി ബനാനയാണ് ബനാന. അപ്പൊ ഇതെങ്ങനെ എഴുതും? ഐന് ബനാന ഈസ്റ്റ് ഗെൽപ്. ഐന് ബനാന ഈസ്റ്റ് ഗെൽപ്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ബനാന ഫെമിനിൻ ആയതുകൊണ്ട് ഐനെ വന്നു. മനസ്സിലായില്ലേ? ഇനി മറ്റൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. എ വെജിറ്റബിൾ ഈസ് ഹെൽതി. എ വെജിറ്റബിൾ ഈസ് ഹെൽതി. വെജിറ്റബിൾ എന്താണ്? ദസ് ഗെമ്യൂസെ. ന്യൂട്രൽ ആണ്. ദസ് ഗെമ്യൂസെ. അപ്പോൾ ഇതെങ്ങനെ എഴുതും? ഐൻ ഗെമ്യൂസെ ഈസ്റ്റ് ഗെസുണ്ട്. ഐൻ ഗെമ്യൂസെ ഈസ്റ്റ് ഗെസുണ്ട്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്കപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താണ്? ഓരോ നൗണിന്റെയും ആർട്ടിക്കിൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ആപ്പിൾ മാസ്കുലിനാന്ന് പറഞ്ഞാലേ നമുക്ക് ഐൻ ഇടാൻ പറ്റത്തുള്ളൂ. ബനാന ഫെമിനിൻ ആണെന്ന് നമുക്ക് നേരത്തെ കാണാതെ അറിഞ്ഞിരുന്നാലേ നമുക്ക് ഐനെ ഇടാൻ പറ്റത്തുള്ളൂ. ഈ ഗെമ്യൂസെ ന്യൂട്രൽ ആണെന്ന് നമുക്ക് നേരത്തെ അറിഞ്ഞാൽ മാത്രമേ ഐൻ ഇടാൻ പറ്റത്തുള്ളൂ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓരോ നൗണിന്റെയും ആർട്ടിക്കിൾ പഠിക്കുക എന്നുള്ളത്. ഇതിന്റെയും കുറച്ച് എക്സാമ്പിളുകൾ ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടേക്കാം. നിങ്ങൾ ചെയ്ത് നോക്കാൻ ശ്രമിക്കുക. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് നെഗാറ്റീവ് ആർട്ടിക്കിൾ അല്ലെങ്കിൽ നെഗറ്റീവ് ആർട്ടിക്കിൾ. ഇതിനും രണ്ട് കീ പോയിന്റ്സ് ഉണ്ട്. ഒന്നാമത്തെ കീ പോയിന്റ് ആണ് ദി നെഗാറ്റീവ് ആർട്ടിക്കിൾ ഈസ് ഈക്വൽ ടു നോ, നോട്ട് എ, നോട്ട് ദി, നൺ. ഈ കാര്യങ്ങളെല്ലാം പറയാനായിട്ട് നമുക്ക് നെഗാറ്റീവ് ആർട്ടിക്കിൾ ഉപയോഗിക്കാം. ഏതൊക്കെ? നോ, നോട്ട് എ, നോട്ട് ദി, നൺ. ഈ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നെഗാറ്റീവ് ആർട്ടിക്കിൾ യൂസ് ചെയ്യാം. ഇനി രണ്ടാമതായ ഒരു പോയിന്റ്, ദി നെഗാറ്റീവ് ആർട്ടിക്കിൾ വിൽ ചേഞ്ച് ഓൺ ദി ബേസിസ് ഓഫ് ജെൻഡർ, കേസ് ആൻഡ് നമ്പർ ഓഫ് നൗൺ. നെഗാറ്റീവ് ആർട്ടിക്കിളിന് മുമ്പേ കണ്ട പോലെ തന്നെ ചേഞ്ചുകൾ ഉണ്ടായിരിക്കും. അപ്പം നോമിനാറ്റീവ് കേസിലെ നെഗാറ്റീവ് ആർട്ടിക്കിൾ ഏതൊക്കെയാണെന്ന് നോക്കാം. മാസ്കുലിനിൽ കൈൻ, ഫെമിനിനിൽ കൈനെ, ന്യൂട്രൽ കൈൻ, പ്ലുറാലിൽ കൈനെ. എങ്ങനെയാണ് വരിക? കൈൻ, കൈനെ, കൈൻ, കൈനെ. ഒന്നുകൂടെ പറയുകയാണ്. കൈൻ, കൈനെ, കൈൻ, കൈനെ. മാസ്കുലിനിൽ കൈൻ, ഫെമിനിനിൽ കൈനെ, നോയിട്രത്തിൽ അല്ലെങ്കിൽ ന്യൂട്രൽ കൈൻ, പ്ലുറാലിൽ കൈനെ. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിളുകൾ ബിൽഡ് ചെയ്ത് നോക്കാം. നോ ഹാറ്റ് ഈസ് എക്സ്പെൻസീവ്. നോ ഹാറ്റ് ഈസ് എക്സ്പെൻസീവ്. ഹാറ്റ് എന്നാണ് തൊപ്പി. അതിന്റെ ജർമ്മൻ എന്താണ്? ദർ ഹുഡ്. ദർ ഹുഡ് ആണ് ഹാറ്റ്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് മാസ്കുലിൻ ആണ് എന്ന്. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് സെന്റൻസിൽ വരുമ്പോൾ എങ്ങനെ എഴുതും? കൈൻ ഹുഡ് ഈസ്റ്റ് ടോയർ. കൈൻ ഹുഡ് ഈസ്റ്റ് ടോയർ. മനസ്സിലായില്ലേ? എളുപ്പമല്ലേ? ഹാറ്റിന്റെ ആർട്ടിക്കിൾ മാസ്കുലിൻ ആണ് എന്നറിയാമെന്നുണ്ടെങ്കിൽ ഇത് ഇട്ട് കൊടുക്കാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല. നോമിനാറ്റീവിലല്ലേ ഹാറ്റ് കിടക്കുന്നത്. ഈ ഹാറ്റിനനുസരിച്ചല്ലേ നമ്മുടെ വെർബ് കോൺജുഗേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഈ സെന്റൻസിലെ നോമിനാറ്റീവ് ദി ഹാറ്റ് ആണ്. നെഗാറ്റീവിൽ വന്നുകൊണ്ട് കൈൻ ഹുഡ് ഈസ്റ്റ് ടോയർ. ഇനി നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ഇറ്റ് ഈസ് നോട്ട് എ ബാഗ്. ഇറ്റ് ഈസ് നോട്ട് എ ബാഗ്. നോട്ട് എയ്ക്കും നമുക്ക് എന്ത് ഉപയോഗിക്കാം? നെഗാറ്റീവ് ആർട്ടിക്കിൾ ഉപയോഗിക്കാം. അപ്പൊ എങ്ങനെ എഴുതും? ഇറ്റ് ഈസ് നോട്ട് എ ബാഗ്. ബാഗ് എന്താണ്? ദി ടാഷെ. ബാഗ് എന്താണ്?
ദി ഡാഷ് ബാഗ് ഫെമിനിൻ ആണ്. അപ്പൊ ഇതെങ്ങനെ എഴുതും? എസിസ്റ്റ് കൈനെ ഡാഷ്. എസിസ്റ്റ് കൈനെ ഡാഷ്. ബാഗ് ഫെമിനിൻ ആയതുകൊണ്ട് എന്ത് വന്നു? കൈനെ വന്നു. ഇനി നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ഇറ്റ് ഈസ് നോട്ട് എ മൊബൈൽ. ഇറ്റ് ഈസ് നോട്ട് എ മൊബൈൽ എങ്ങനെ എഴുതും? മൊബൈൽ എന്താണ്? ദസ് ഹാൻഡി. ദസ് ഹാൻഡി ആണ് മൊബൈൽ. ദസ് ഹാൻഡി. അപ്പം നമുക്ക് മനസ്സിലായി ന്യൂട്രൽ ആണ്. അപ്പൊ എങ്ങനെ എഴുതും? എസിസ്റ്റ് കൈൻ ഹാൻഡി. എസിസ്റ്റ് കൈൻ ഹാൻഡി. ഇനി നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കാം. നോ ഷൂസ് ആർ ക്ലീൻ. നോ ഷൂസ് ആർ ക്ലീൻ. ഷൂസ് ആണ് പ്ലൂറാൽ അല്ലേ? അപ്പൊ എങ്ങനെ വരും? ദി ഷൂവേ. ദി ഷൂവേ ആണ് ഷൂസ്. അപ്പോൾ എക്സാമ്പിൾ നമ്മൾ എങ്ങനെ പറയും? കൈനെ പ്ലൂറാൽ ആണ്. കൈനെ ഷൂവേ സിൻറ്റ്. പ്ലൂറാൽ അല്ലേ? സിയുടെ കോൺജുഗേഷൻ വേണം. കൈനെ ഷൂവേ സിൻറ്റ് സൗബർ. കൈനെ ഷൂവേ സിൻറ്റ് സൗബർ. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതിന്റെയും കുറച്ച് എക്സാമ്പിളുകൾ ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടേക്കാം. മാക്സിമം നിങ്ങൾ ചെയ്തു നോക്കുക. അപ്പോൾ ഈ പാർട്ട് 2 വീഡിയോയിൽ നമ്മൾ എന്തൊക്കെ കണ്ടു? ബെസ്റ്റുംഡ് ആർട്ടുകൾ കണ്ടു, ഉൺബെസ്റ്റുംഡ് ആർട്ടുകൾ കണ്ടു, നെഗാറ്റീവ് ആർട്ടുകൾ കണ്ടു. നമുക്ക് ജർമ്മൻ ലാംഗ്വേജിലോട്ട് വരുമ്പോൾ ഇതിനെല്ലാം ഡിഫറെന്റ് ഫോംസ് ഉണ്ട്. കണ്ടോ? ഓരോ ജെൻഡറിൽ വന്നപ്പോഴും ഡിഫറെന്റ് ആയിരുന്നു. ഇനി നമ്മൾ മുന്നോട്ട് പഠിക്കുമ്പോൾ ഓരോ കേസിൽ വരുമ്പോഴും ഈ ആർട്ടിക്കിളിന് ചേഞ്ച് വരും. ഇതെല്ലാം നമ്മൾ മുന്നോട്ട് കാണും. അപ്പം നമ്മുടെ ഏറ്റവും ബിഗിനിങ് സ്റ്റേജിലെ ഏറ്റവും ഫസ്റ്റ് കേസാണ് നോമിനാറ്റീവ് കേസ്. അപ്പം നോമിനാറ്റീവ് കേസിലെ ബെസ്റ്റുംഡറും ഉൺബെസ്റ്റുംഡറും കൃത്യമായി മനസ്സിലാക്കി വെക്കുക. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഏറ്റവും ഇമ്പോർട്ടന്റ് ഓരോ നൗണിന്റെയും ആർട്ടിക്കിൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. ഈ ആർട്ടിക്കിൾ കൃത്യം വ്യക്തമായി മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ദയർ ഇടണോ, ദി ഇടണോ, ദസ് ഇടണോ, ഇടണോ, ഐനെ ഇടണോ, അല്ലെങ്കിൽ ഇടണോ, കൈനെ ഇടണോ എന്നൊക്കെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ ഒരു പ്ലേലിസ്റ്റ് ഇവിടെ പിൻ ചെയ്തിട്ടേക്കാം. ഏറ്റവും ബേസിക് ആയിട്ടുള്ള വൊക്കാബുലറീസും അതിന്റെ ആർട്ടിക്കിൾസും. അപ്പോൾ ഇത്രയുമായിരുന്നു നമ്മുടെ നോമിനാറ്റീവ് പാർട്ട് 2 വീഡിയോ. താങ്ക് യു.